നമസ്കാരം. ശബരിമല കേസ് കേരള രാഷ്ട്രീയത്തെ വീണ്ടും നടക്കുന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. നിർണായക അറസ്റ്റുകൾ വൈകിപ്പിക്കുന്നതും അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. അന്വേഷണത്തിലെ പ്രധാന കണ്ണിയായ ശങ്കരദാസ് ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ടതോടെ രോഗാവസ്ഥ നിയമത്തെ മറികടക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മിനിറ്റുകളുടെ കട്ട് ആൻഡ് അടിച്ച് വിവാദത്തിൽ കുടുങ്ങിയ ശങ്കരദാസിന്റെ ആരോഗ്യനില അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ അതോ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള മാർഗമാകുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗം കെ ശങ്കരദാസ് വീണ്ടും ഐസിയുലാണ്. പക്ഷാഘാതത്തെ തുടർന്ന് ശങ്കരദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൂർണ്ണ രോഗമുക്തി നേടിയതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ നിന്നും ശങ്കരദാസിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. ഇതിനിടെ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കരദാസിന് ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ രക്തസമ്മർദ്ദം ഉയർന്നു. ഇതോടെ വീണ്ടും ഐസിയുവിലേക്ക് മാറ്റി. ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്താണ് ശങ്കരദാസ്. സുപ്രീം കോടതിയിൽ പോലും അറസ്റ്റ് തടയാനുള്ള നിയമ പോരാട്ടം നടത്തി. എന്നാൽ ഫലം കണ്ടില്ല. ഇതിനിടെയാണ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലെത്തിയത്. ഇതോടെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വീണ്ടും ഐസിയുവിലായതോടെ ഇനിയും അറസ്റ്റ് നീളും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ഇതോടെ ശബരിമല കൊള്ളക്കേസിലെ നിർണായക അറസ്റ്റ് നടപടികൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ പ്രതിയായ ശങ്കരദാസ് അറസ്റ്റ് ഒഴിവാക്കാനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കാതിരുന്നതോടെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില പൂർണ്ണമായും സാധാരണ നിലയിലായാൽ മാത്രമേ ഇനി നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞു. അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണം ഉയരുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നതാണ് നിലവിലെ സ്ഥിതി. കേരളത്തിന് പുറത്തുനിന്നുള്ള ഡോക്ടർമാരെ കൊണ്ട് ആരോഗ്യനില പരിശോധിപ്പിക്കണമെന്ന ആവശ്യവും ഇതിനിടെ ശക്തമാകുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പടികളിലും സ്വർണ്ണാഭരണങ്ങളിലും കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് സംശയിക്കപ്പെട്ടിരുന്നു. ഇതിനെയാണ് ശബരിമല കൊള്ള എന്ന് പല റിപ്പോർട്ടുകളും പരാമർശിച്ചത്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കാലയളവിൽ ചട്ടങ്ങൾ ലംഘിച്ച് കരാറുകൾ നൽകിയെന്നും ബോർഡിന്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ്. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചത്. എന്നാൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് അനിവാര്യമായത്. ചുരുക്കത്തിൽ ശബരിമലയിലെ ഭക്തരുടെ കാണിക്കയായും മറ്റും ലഭിക്കുന്ന പണത്തിലും സ്വർണത്തിലും വലിയ തോതിലുള്ള ക്രമക്കേട് നടത്തിയെന്നാണ് ശങ്കരദാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. നിലവിൽ അസുഖം കാരണം ആശുപത്രിയിൽ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് പോലീസിന് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികൾ സ്ഥാപിച്ചു കടത്തിയെന്ന സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഇങ്ങനെ അന്വേഷണം നീളുമ്പോൾ മുൻ ബോർഡ് അംഗം കെ ശങ്കരദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. അതിനിടെയാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അറസ്റ്റ് തടയപ്പെടാൻ ഇടയാക്കിയത്. കേസിൽ ഇതിനോടകം തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെ 11 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷാഘാതം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്നത് തടയാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത് അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ബോർഡ് റിപ്പോർട്ട് അനുകൂലമായാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. 2019 മാർച്ചിൽ നടന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ വരുത്തിയ സ്വർണം പൊതിഞ്ഞ പിത്തള എന്ന ഭാഗം വെട്ടി ചെമ്പ് എന്ന് പത്മകുമാർ മാറ്റി എഴുതിയതിനും അതിൽ ശങ്കരദാസ് ഒപ്പിട്ടതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപണങ്ങൾ നിഷേധിച്ചുവെങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ശബരിമല കേസിൽ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒരാളിലോ ഒരു രോഗാവസ്ഥയിലോ ഒതുങ്ങുന്നില്ല. ഇത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തെയും അന്വേഷണ ഏജൻസികളുടെ സ്വതന്ത്രതയും നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടമാണ്. ICU മെഡിക്കൽ റിപ്പോർട്ടുകളും നിയമത്തിന് മുന്നിലെ കവചമാകരുത്.